Syria! We want to make peace with you. Heidi full lift around the auto. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് രാവിലെ 10:40 ബോംബ് വീണത്. ഇപ്പോൾ സമയം എത്രയായി? ഇവിടെയാണ് അവരുടെ ബോംബ് വീണതാണ്ട് തകർന്ന പ്രദേശം. ഇവിടെയാണ് കേട്ടോ. ഏകദേശം 12 കുട്ടികൾ മരണപ്പെട്ട ഒരു സ്ഥലമാണ്. അത് പട്ടാളവും തോക്കും എല്ലാവരും കേട്ടോ. ഈ ഭാഗത്തുള്ള എല്ലാ ആൾക്കാരും തന്നെ പട്ടാളങ്ങളാണ്. 10 കിലോമീറ്റർ ഇങ്ങോട്ട് പോയാൽ നമ്മുടെ ലെബനോൺ ബോർഡറാണ്. Hello, Shalom. You are studying Torah? Nimore. You are Rabbi. Big Rabbi. Rabbi. What's your name? Yuda. Nice to meet you. ഇവരെന്തോ പഠിച്ചോണ്ടിരിക്കുകയാണ്. ഇവര് ആണുങ്ങൾ പഠിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഫുള്ള് ക്ലാസ്സാ. ഇവിടെ വേറെ കുട്ടികൾ പഠിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. അതാ ഇൻട്രസ്റ്റിംഗ് കേട്ടോ. ആളുകളെല്ലാം ഇവിടെ പഠിച്ചോണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഇവരുടെ പുസ്തകങ്ങളൊക്കെ വെച്ചുള്ള സ്ഥലമാണ് കേട്ടോ. കൊള്ളാം കേട്ടോ. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി എൻ്റെ അടുത്ത്. זאת אומרת, יש ענבים, זה כבר השם עשה, נכון? עכשיו אני סוחט אותם, ומהם אני מייצר מיץ ענבים. זה ברמתי, נכון? מה לא ברמתי? מה הפעולה שהשם יתברך טבע עוד פעם, שאני רק יכול לעמוד מהצד ולאפשר לזה לקרות את התסיסה עד שזה יגיע לכדי יין, נכון? זאת אומרת, זה טבע שהשם יתברך שם בתוך המיץ הזה, שהוא מוצר שלי, עוד פעם השם יתברך מתערב פה בעולם, בסדר? Thank you so much. I will go. Study well. Okay. ഇൻട്രസ്റ്റിംഗ് കേട്ടോ. ഭയങ്കര വെൽക്കമിങ് ആണ്. എല്ലാവരും ഫോട്ടോ എടുക്കാൻ യങ്സ്റ്റേഴ്സ് ആയതുകൊണ്ടാണ്. അവിടെ ഫോട്ടോ മൊബൈൽ എടുത്തതിന് ആ പള്ളിയിൽ പോയപ്പം അത് പള്ളിയും ഈ കാണുന്നത് പഠിക്കുന്ന സ്ഥലം കൂടിയാണ്. ഇപ്പോൾ കുറച്ച് റിലീജിയസ് ആയിട്ടുള്ള പോയിട്ടുണ്ട്. റിലീജിയസ് ആയിട്ടുള്ള ആളുകൾ ഫുള്ള് നമ്മുടെ നിക്കാബ് ഇടൂലേ അതുപോലെയാണ് കേട്ടോ ഇടുന്നത്. നല്ല രസമുണ്ട് അവരെ കാണാൻ. റിലീജിയസ് ആയിട്ടുള്ള കപ്പിളിനെ കാണാൻ. ഇപ്പം അങ്ങോട്ട് ഒരാൾ കയറിപ്പോയി. ഇതൊക്കെ റിലീജിയസ് സ്കൂളാണ് കേട്ടോ. No, it's okay. You can go ahead. We have some luxury stuff. Ooh. മാതളം. വാവ്. ഇത് നമ്മൾ മാതളം കൂടെ എടുത്ത് കഴിക്കാൻ വേണ്ടി പോവാണ്. So it's so bad, but there are some good as well. But maybe no. Not good? See? Can you throw me? Wow. മാതളം ഫ്രീ ആയിട്ട് കിട്ടി. The upper part is not good, but the lower. അത് നല്ല പഴുത്ത് ഇതായി പോയി കേട്ടോ. Still. Wow, it's sweet. You don't like it? It's sour. sour. It's sour. കുഴപ്പമില്ല. നമുക്ക് പിന്നെ നമ്മുടെ ഗ്രനോള, പാല്, ഫിറ്റ്നസ് ഗ്രനോള, മ്യൂസ്ലി നല്ല രസമുണ്ട് കേട്ടോ. How's it taste? It's good? Good. നല്ല രസമുണ്ട്. ടേസ്റ്റ് ഉണ്ട്. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കുറേ കുട്ടികൾ ഇത് കളിക്കുവാണ് കേട്ടോ. എനിക്ക് സ്കൂളിൽ എന്തോ ഇൻ്റർവെൽ ടൈമാണെന്ന് തോന്നുന്നു. പെൺകുട്ടികൾ അവിടെ നിന്ന് എന്തൊക്കെ കളിക്കുവാണ്. എന്തോ ചാടുന്ന എന്തോ ഇതാണ് കേട്ടോ. നമ്മുടെ സ്കൂളിൽ പണ്ട് പെൺകുട്ടികൾ ഇടുന്ന പോലെ ഗവൺമെൻറ് സ്കൂളിൽ പോലത്തെ പാവാടയാണ് കേട്ടോ ഇവരുടെയും ഡ്രസ്സ്. ഇവിടെ എല്ലായിടത്തും സിനഗോഗാണ്. ഇത് നമ്മുടെ യോസഫ് എന്ന് പറയുന്ന റബ്ബായ് പുള്ളിയുടെ സിനഗോഗാണ് കേട്ടോ. He passed away? Yes, long time ago. May his merits protect us. Another of the ഇതാണ് കേട്ടോ. അത് ഓപ്പൺ അല്ല കേട്ടോ സംഭവം. അതിൻ്റെ അടുത്തൊരു വെൻഡിങ് മെഷീനാണ്. അതുകൊണ്ട് റിവ്ക ഒരു മണിക്കൂറായിട്ട് ഒരു വാഷ്റൂം തപ്പി കിടക്കുകയാണ്. ഇവിടെ വാഷ്റൂമിനെയും കാട്ടി കൂടുതലുള്ളത് ഇതുപോലെ ഇവരുടെ മതപഠന കേന്ദ്രങ്ങളാണ് കേട്ടോ. ഇത് ആണുങ്ങളെ മതപഠന കേന്ദ്രമാണ്. ഇവിടെ കയറാൻ പറ്റില്ല. ലാസ്റ്റ് അവസാനം മുട്ടി നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഇവിടെ വാഷ്റൂമിലോട്ട് കയറി പോയിട്ടുണ്ട്. ഇതിവിടെ എല്ലാ
ഇതുപോലുള്ള സ്ഥലങ്ങളിലും കൈ കഴുകുന്ന സംഭവം ഇതുകൊണ്ട് അതിൻ്റെ അകത്താണ് കേട്ടോ അവർ പഠിക്കുന്നത്. יש לנו 3 אבות שנאמרו בשור. הקרן, השיין והרגל. קרן, שיין ורגל. גימוד, הבייז ומדבייז, מישהו יכול להזיק ב3 סוגי אפשרויות. השור הזה, הבהמה הזאת שנקראת שור, יכולה להזיק ב3 אפשרויות. אומרת לגמור כאן, קרן מנהלנו את תורה רבנן כי ייגח, כתוב בתורה כי ייגח, אין נגיחה אלא בקרן. אין נגיחה רק בקרן, שנאמר ויעש לו את צדקיו בן כנענו, שצדקיו בן כנענו אמר, הוא לקח קרני ברזל ואמר באלה תנגח את הרם. רואים? ബൈ. താങ്ക് യു. ഇവർ ആക്ച്വലി ഇങ്ങനെ ആൻഡ്രോയിഡ് ഫോണൊന്നും ടച്ച് ചെയ്യില്ല കേട്ടോ, അതായത് സ്മാർട്ട് ഫോണൊന്നും ടച്ച് ചെയ്യില്ലെന്നൊക്കെയാണ് എൻ്റെ അടുത്ത് റിവ്ക പറഞ്ഞത്. അത് ഹറാമ് പോലെയാണ് അവരുടെ സംഭവമാണ്. നൈസ് പ്ലേസ് റൈറ്റ്. അടിപൊളി സ്ഥലം കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ഒരു സിറ്റിയാണ് കേട്ടോ. ദിസ് ഈസ് മൈ മോസ്റ്റ് ഫേവറേറ്റ് സിറ്റി സോ ഫാർ ഇൻ ഇസ്രായേൽ. Yes, it's one of the അടിപൊളി കേട്ടോ. പഴയ ഒരു പീപ്പിളും ഭയങ്കര നൈസാണ് കേട്ടോ, ഭയങ്കര ഫ്രണ്ട്ലി ആണ് ഓർത്തഡോക്സ് പീപ്പിൾ ആയാലും. ഇവിടെ പല വീടുകളിലും ആളുകളൊന്നും ഇല്ല കേട്ടോ, ആളുകളെല്ലാം ഈ നഗരം വിട്ട് പോയിട്ടുണ്ട്. പല വീടുകളും ഇങ്ങനെ എംപ്റ്റി ആയിട്ട് ഇങ്ങനെ കിടക്കുക. നമ്മൾ താഴോട്ട് പോവുകയാണ്. എംപ്റ്റി ആയിട്ട് കിടക്കുന്നതിൻ്റെ കാരണം യുദ്ധം തന്നെയാണ്. ഇവിടെ എപ്പോഴും വന്ന് മിസൈൽ വീഴും, അതുകൊണ്ട് ആളുകൾ കുറ്റിയും പറിച്ച് എന്താ പറയുക സദേൺ ഭാഗത്ത് സോറി ഞാൻ ആ വാക്ക് ഉപയോഗിക്കണ്ടായിരുന്നു. ഞാനിപ്പോൾ കുറ്റിയും പറിച്ചെന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ തെറ്റായിട്ട് ചിന്തിക്കും, സോറി. അവരല്ലാതെ പാലായനം ചെയ്ത് പോയതാണ്. ഇവിടുന്ന് കാണാനുള്ള വ്യൂ നമ്മളിങ്ങനെയാണ് കേട്ടോ. നമ്മളിനി താഴോട്ട് പോകാൻ വേണ്ടിയുള്ള ഒരു പ്ലാനാണ്. ഇതെല്ലാം ഇവരുടെ ഓൾ ഷവക്കല്ലാറാസ് റൈറ്റ്. അവിടെയെല്ലാം ഗ്രേവിയാർഡാണ് ആ ഭാഗത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ വഴിയൊന്നുമില്ല, വഴി കണ്ടുപിടിച്ച് ഉണ്ടാക്കി വേണം പോകാനായിട്ട്. ഇത് നമ്മുടെ സഫേദിലുള്ള സെമൻട്രിയാണ്. പ്രോബബിളി ഏതെങ്കിലും വലിയൊരു റാബയുടെ ശവക്കല്ലറ ആയിരിക്കണം. ഇറ്റ്സ് എ റാബ, ഏതോ റാബയുടെ ശവക്കല്ലറയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര വലുതൊക്കെ ആക്കിയിട്ട് വെച്ചിരിക്കുന്നത്, കണ്ടില്ലേ. പിന്നെ അല്ലാത്ത ആളുകളുടെയും അവർ തോറ പോലത്തെ ഉള്ള ബുക്കുണ്ടല്ലോ, തോറയുടെ ഇത് ബുക്കിൽ പല കഥകളാണ് കേട്ടോ ഇവരുടെ. അപ്പോൾ അതിൻ്റെ ബുക്കുകളാണ്. തോറ നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി കാണിച്ചു തന്നു, മുമ്പത്തെ വീഡിയോയിൽ കാണാം. അങ്ങനെ വലിയ വലിയ ആളുകളുടെ സാധാരണയായിട്ട് ഇതുപോലുള്ള സംഭവങ്ങളിൽ അവരിതിൽ ഓയിൽ നിറച്ച് വെക്കും കേട്ടോ. അതിൽ ഓയിൽ നിറച്ച് വെച്ചിട്ട് അതിൽ മെഴുകുതിരി എപ്പോഴും കത്തിച്ച് വെക്കും. പക്ഷെ അതിപ്പോൾ ഇല്ല സംഭവം. ഈ കാണുന്നത് ഏതോ വലിയ റാബ അവരുടെ ശവക്കല്ലറയാണ്. അതാണ്ട് നല്ല മനോഹരമായിട്ടുള്ള ഇതിൻ്റെ അടുത്ത് തോറയുടെ കുറേ അതിൻ്റെ കഥകൾ നിറഞ്ഞ കുറേ പുസ്തകങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പണ്ട് വന്ന ഏതോ ഒരു പകർച്ചവ്യാധിയിൽ കുറേ കുട്ടികൾ മരണപ്പെട്ടു. അവരുടേതാണ് കേട്ടോ ഈ ചെറിയ കബറിടങ്ങൾ. അബിഷ് മുവേലുയ എന്ന് പറയുന്ന ഒരു വലിയൊരു റാബിയുടെ, അതായത് പ്രസിദ്ധമായിട്ടൊരു റാബിയുടെ കബറിടമാണ് ഇവിടെ ഇതുപോലെ ഇങ്ങനെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സംസ്കാര ഒരു പ്ലേസാണ്. അദ്ദേഹത്തിൻ്റെ കുറച്ച് ഹിസ്റ്ററിയൊക്കെ ഇവരുടെ ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഗ്രേവി യാർഡിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുകയാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ ഫുൾ ഓഫ് ഗ്രേവി യാർഡാണ്. അവിടെയും ഇവരുടെ മതപഠന കേന്ദ്രമാണ്, റിലീജിയസ് സ്കൂളാണത്. അവിടെ റബായി കുട്ടികൾ ഇത് എല്ലായിടത്തും ഉണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ മുസ്ലിങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ ശുചിയാവണം, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ. അതുപോലെ തന്നെ ഇവരുടെ മതപഠന കേന്ദ്രങ്ങളിലും അല്ലെങ്കിൽ സിനഗോഗിൽ പള്ളികളിലൊക്കെ പോകുമ്പോൾ ഇവർ കഴുകണം. പിന്നെ ഇത് നമ്മുടെ മരിച്ച ആളുകൾ പോയ സ്ഥലത്തല്ലേ, വരുമ്പോൾ കൈയൊക്കെ കഴുകണം, അതിന് വേണ്ടിയാണ്. ഇതാ കൊച്ചു കുട്ടികളെല്ലാവരും നമ്മൾ നമ്മുടെ ഹിച്ച് പണി തുടങ്ങിയിട്ടുണ്ട്. ഹലോ, are you going straight? ഇവരാണ് എനിക്ക് ലിഫ്റ്റ് തന്നത്. അയ്യോ, I even forgot the Jewish word. Amirim. It's a very special place. Okay. It's a vegetarian village. You can come and visit, and we had a lovely time. Okay. What's your name? My name is Michal. Orna. Orna. Welcome to Kerala. Mahin and Rivka. Sweet Rivka. Nice to meet you. Lehriot. Shalom shalom. תודה לכם. നല്ല കമ്പനി ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ.
ഹലോ. ലെബനോനിലോട്ട് പോവാണ് ഫൈനലി. ഹലോ. ഇന്ത്യ. മാഹിൻ മെഫാത്തെ മാഹിൻ. India. ഇന്ത്യ. ഫുള്ള് യുദ്ധത്തിന്റെ വണ്ടികളൊക്കെയാണല്ലോ ഇവിടെ. ഫുള്ള് പട്ടാളവും തോക്കും എല്ലാവരും കേട്ടോ. ഈ ഭാഗത്തുള്ള എല്ലാ ആൾക്കാരും തന്നെ പട്ടാളങ്ങളാണ്. 10 കിലോമീറ്റർ ഇങ്ങോട്ട് പോയാൽ നമ്മുടെ ലെബനോൺ ബോർഡറാണ്. മാത്രമല്ല ഈ ഇങ്ങോട്ട് പോകുന്നത് തന്നെ നമുക്ക് അറിയില്ല കേട്ടോ ഇങ്ങോട്ട് പോകാൻ പറ്റുമെന്ന്. ഇത് നേരെ പോകുന്നത് നമ്മുടെ ലെബനോൻ്റെ അതിർത്തിയിലാണ്. അവിടെ എപ്പോഴും ഏറ്റവും കൂടുതൽ ഇപ്പോൾ റോക്കറ്റൊക്കെ വീണുകൊണ്ടിരിക്കുന്ന ഒരു നഗരം കൂടിയാണ്. നമ്മൾ ഹിച്ചേക്ക് ചെയ്യാൻ തുടങ്ങി. നമ്മളിവിടെ ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കുകയാണ്. ഇവിടെയും നമ്മുടെ ബോംബ് ഷെൽട്ടറാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എല്ലായിടത്തും ഇതുപോലെ പട്ടാളക്കാരുടെ വണ്ടികളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ കരിഞ്ഞ് കിടക്കുന്നുണ്ടോ? ഈ കരിഞ്ഞ് കിടക്കുന്നതെല്ലാം ഇവിടെ ബോംബ് വീണ് കരിഞ്ഞ് അവശേഷിപ്പ് ആയതാണ് കേട്ടോ. പലയിടത്തും കരിഞ്ഞ് കിടക്കുന്ന സംഭവം. ഒറ്റ സീറ്റേ ഉള്ളൂ കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ലിഫ്റ്റ് കിട്ടി പോയാല. നമ്മള് കിരിയാത് ഷിമോൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട്. കിരിയാത് ഷിമോൻ, right? There is no people here. What happened to the city? War. People run away. യുദ്ധം ആയതുകൊണ്ട് ആൾക്കാരെല്ലാം ഓടി. But we are coming here. People running away, but we came here. ആളുകൾ City for us. ഈ സിറ്റി ഫുള്ള് നമുക്ക് വേണ്ടിയാണ്. ഹുറേ. ഇവിടുത്തെ കടകളൊക്കെ നോക്കിക്കേ, ഫുള്ള് ഒഴിഞ്ഞു കിടക്കുന്നു. വളരെ കുറച്ച് കാറുകൾ മാത്രം നമുക്ക് കാണാൻ സാധിക്കും. ഈ കാറുകളിൽ ഭൂരിഭാഗം പട്ടാളക്കാരുടെ വണ്ടികളൊക്കെയാണ്. ഇവിടെയുള്ള വീടുകളെല്ലാം ആൾക്കാർ ഇട്ടിട്ട് വേറെ ഭാഗത്തോട്ടൊക്കെ പോയിട്ടുണ്ട്. സിനഗോഗ് പോലും ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു സിനഗോഗ് ക്ലോസ് ചെയ്തിട്ട് കണ്ടിട്ടുള്ളത്. എല്ലാം ഒരു മനുഷ്യന്മാരില്ല എന്ന് പറയുമ്പോൾ ആലോചിക്കണം കേട്ടോ. ഈ കാണുന്ന അപ്പാർട്ട്മെന്റ് എല്ലാം ഒരു മനുഷ്യന്മാരും ഇല്ലാതെ നിൽക്കുവാണ്. ആകെ പോകുന്ന വണ്ടി ഫുൾ ഇങ്ങനെ ആർമിക്കാരുടെയാണ്. പക്ഷെ ഇതിൽ വൺ ഓഫ് ദ കാര്യം എനിക്ക് താങ്ക്സ് റിവേക്ക. അതായത് ഈ പല സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളൊഴിഞ്ഞ് പോയിട്ടില്ലേ. പക്ഷെ ചില വില്ലേജുകൾ, അതായത് സ്പെഷ്യലി അറബ് വില്ലേജ് യു മീൻ ദ ക്രിസ്ത്യൻസ് ആൻഡ് മുസ്ലിംസ്. ദ്രൂസ്. ക്രിസ്ത്യനും മുസ്ലിമും ദ്രൂസും ഉള്ള അറബ് വില്ലേജ്, ബട്ട് മോസ്റ്റ് പ്രോബബ്ലി മോർ മുസ്ലിം. ഹിയർ മോർ ദ്രൂസ്. ധാരാളം കുറേ ദ്രൂസും ഉണ്ട് ഇവിടെ. ആക്ച്വലി എന്ന് പറയുമ്പോൾ, അതായത് ഈ അറബ്സ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇവിടെ നിന്ന് വിട്ടുപോയില്ല. കാരണം എന്താണെന്നോ, ഇവർ യുദ്ധം ഉണ്ടെങ്കിൽ ഇവിടെ വിട്ടുപോകത്തതിൻ്റെ കാരണം അവർ പറയുന്നതെന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ നാട്ടിൽ കിടന്ന് മരിക്കണം. ചിലപ്പോൾ അവരുടെ ഈ നാട് വിട്ടിട്ട് പോയാൽ ചിലപ്പോൾ പണ്ട് അവരെ അടിച്ചിറക്കിയ പോലെ ചിലപ്പോൾ അവരുടെ ലാൻഡ് പിന്നീട് പോയേക്കും. അതുകൊണ്ട് അവർ യുദ്ധസമയത്തും പല അറബുകാരും ഈ ഒരു നാട്ടിൽ നിന്ന് വിട്ടുപോകുന്നില്ല എന്നുള്ള ഒരു ഇത് നമ്മൾ ആക്കണം. അവർക്ക് ഇവിടെ കിടന്ന് അവരുടെ നാട്ടിൽ കിടന്ന് മരിക്കാൻ തയ്യാറാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഇതുണ്ട്. നല്ല അടിപൊളി ഫ്ലവർ. ആരും വൃത്തിയാക്കുന്നൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് കണ്ട് ഇങ്ങനെ പടന്ന് പന്തലിച്ചിങ്ങനെ കിടക്കുവാണ് കേട്ടോ. It's nice. But I guess nobody's here. Nobody. ഇവിടെ ഓറഞ്ച്, അവിടെ ആപ്പിളോ എന്തോ ആണ് കേട്ടോ. ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇറങ്ങി അടിച്ചു മാറ്റാം. ഇതാ അടിപൊളി ഓറഞ്ച്. ഇറ്റ്സ് നോട്ട് റെഡി, യുനോ. നമ്മളെ വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ടാണ് കയറുന്നത്. മാത്രമല്ല ലോജിക്ക് വെച്ച് നോക്കുമ്പോൾ വെറുതെ നശിച്ച് കളയുന്നതിനെ കാട്ടി നമുക്ക് എടുക്കാമല്ലോ. ഇതാ ഫുള്ള് അനാറൊക്കെ കണ്ടില്ലേ, ഫുള്ള് നശിച്ച് പോവാണ്. ഓറഞ്ച് എങ്കിൽ ഓറഞ്ച്. എനിക്ക് ആക്ച്വലി നല്ല കമ്പനിയാണ് കേട്ടോ കിട്ടിയ. യു ആർ മൈ ഗുഡ് കമ്പനി, യുനോ. വൈ? You are my good company. Yeah.
അവൾക്കും ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇഷ്ടമുണ്ട്. നിങ്ങളിപ്പോൾ വിചാരിക്കും നമ്മളെന്തിനാണ് ഈ യുദ്ധമേഖലകളിലൊക്കെ പോകുന്നതെന്ന്. ഇപ്പോൾ ടൂറിസം എന്ന് പറയുമ്പോൾ നമ്മൾ സൈറ്റ് സീയിങ് മാത്രമല്ല, അതായത് നാച്ചുറൽ പ്ലേസസ് കാണുന്ന മാത്രമല്ല ടൂറിസം എന്ന് പറയുമ്പോൾ. ഇപ്പോൾ വാർ ടൂറിസം ഉണ്ട്, അല്ലെങ്കിൽ ഡാർക്ക് ടൂറിസം ഉണ്ട്. ഇപ്പോൾ എനിക്കെന്ന് പറയുമ്പോൾ കോൺഫ്ലിക്റ്റ് മേഖലകളിൽ എനിക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവിടെ യാത്ര ചെയ്തിട്ട് അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുക, അതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ റിവിക്കയും അതുപോലുള്ള ഒരു വ്യക്തിയാണ്. മച്ച കമ്പനി. യു ആർ മൈ മച്ച, യു നോ മച്ച. What matcha is? Matcha is like kind of bro, you know. We good in things, you know. The same thing. So matcha. Matcha. Okay. ഇതാണ് നമ്മുടെ മെത്തൂല ഏകദേശം 6-7 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ പോകുന്ന മസാദയാണ്. മെത്തൂലയിലോട്ട് പോകാൻ പറ്റില്ല, ആർമിക്കാർ നമ്മളെ തടയും. ഇപ്പോൾ വന്ന വഴി തന്നെ അവിടെ തടയാനുള്ള സംഭവം ഉണ്ടായിരുന്നു, പക്ഷെ അത് രാത്രി മാത്രമേ തടയുള്ളൂ. അപ്പോൾ ഇപ്പം നമുക്ക് വരാം. ഇവിടെ പിന്നെ ഫുള്ള് പോകുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർമിയുടെ വണ്ടിയും അവരുടെ കാറും ആംബുലൻസും സംഭവങ്ങളൊക്കെയാണ്. ടർഫ് എല്ലാം ഇങ്ങനെ കിടക്കുമോ, ഒരു മനുഷ്യൻ വരാതെ. ഇവർക്ക് ബോംബ് എവിടെ വീണു എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ടെലഗ്രാമിൽ ഒരു ആപ്ലിക്കേഷനൊക്കെ. That was the last time in Metula. നത്തൂല ലാസ്റ്റ് ബോംബിങ്. എപ്പോഴാണ് അവസാനമായിട്ട് ബോംബ് വീണതെന്നൊക്കെ മനസ്സിലാവാനുള്ള ഒരു സംഭവമാണ്. Margaliot also close here. അരമണിക്കൂറിനുള്ളിലൊക്കെ ബോംബ് വീണിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് രാവിലെ 10:40 ബോംബ് വീണത്. ഇപ്പോൾ സമയം എത്രയായി? വൈകുന്നേരം 3:29. 10:40 ഒരു ബോംബ് ഉണ്ടായിരുന്നു. അവിടെ ഫുള്ള് ആർമി IDF ആണ്. ഈ ഒരു മോളിൽ ആകെ ഉള്ളത് ഈ ഒരു കടയാണ്. ബാക്കി എല്ലാ മോളും, അതും കോസ്മെറ്റിക്കും കുറച്ച് ഗ്രോസറി ഐറ്റം, ബാക്കി ഇതെല്ലാം ഫുള്ള് ക്ലോസാണ്. നമ്മൾ വാഷ്റൂമിൽ കയറാൻ വേണ്ടി വന്നതാണ്. They must be thinking that who are these crazy people, you know. അവർ വിചാരിക്കുന്നുണ്ടായിരിക്കാം ഏത് ആൾക്കാരാണ് ഈ സമയത്ത് ഇവിടെ കിടന്ന് കറങ്ങുന്നതെന്ന്. നമ്മളിനി വീണ്ടും ഹിച്ചയ്ക്കാൻ വേണ്ടി പോവാം. പൊട്ടുന്നുണ്ട്. യു ഹിയർ ദ സൗണ്ട്? Yes. അതെനിക്ക് തോന്നുന്നു അവിടെ എവിടെയോ ആണ്. ആ ഒരു ഏരിയയിലെല്ലാം ബോംബിട്ട് തകർന്ന് കിടക്കുന്ന ബിൽഡിംഗ് ആണ്. ഇവൻ നമ്മുടെ തൊട്ടടുത്തുള്ളൊരു പെട്രോൾ സ്റ്റേഷൻ പോലും ഫുള്ള് ബോംബിട്ട് കിടക്കുവാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് ആർമി ഏരിയ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ എൻ്റെ വലത് ഭാഗത്ത് കിടക്കുന്നത് പട്ടാളക്കാരുടെ സ്ഥലമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ചിത്രീകരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇവിടെ വരുന്ന സംഭവങ്ങൾ തെറ്റി ഇങ്ങനെയുള്ള ബിൽഡിങ്ങുകളിലൊക്കെ വന്ന് പതിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അമ്മ, ത്രീ ടൈംസ് റൈറ്റ്? Yes. 3 പൊട്ടല്. IDF വരുന്നു. IDF ലിഫ്റ്റ് ചെയ്യാറോ നോക്കട്ടെ. IDF ലിഫ്റ്റ് ചെയ്യാറോ കേട്ടോ. എല്ലായിടത്തും ഷെൽട്ടർ ഉള്ളതുകൊണ്ട് നമുക്ക് പേടിക്കണ്ട. ഈ കാണുന്നത് നമ്മുടെ ഒരു ഷെൽട്ടറാണ്. IDF ഒന്നും ലിഫ്റ്റ് തരൂല. ഹലോ സേനെ. You can die here. You might take us. ഓ പടച്ചോനെ, ഒരു വലിയ പൊട്ടല് പൊട്ടി. അവ അതിന്റെ പുറകിലാണെന്ന് തോന്നുന്നു. You wanna say any last wish? I don't have any last wish. My last wish is I don't want to die. My last wish, I don't want to born again. You don't want to born again. വീണ്ടും ജനിക്കേണ്ടെന്നാണ് അവളുടെ ലാസ്റ്റ് വിഷ് പറഞ്ഞത്. Everything will be all right. We will reach the destiny. We will reach our place, destination. നിർത്താതെ പോയ കാറാണ്. ആ ബോംബ് വീണ സൗണ്ട് കേട്ടിട്ട് നമ്മളെ രക്ഷിക്കാൻ വന്നേന്ന് തോന്നുന്നു. ഓടിക്കോ, വീണ്ടും പൊട്ടുന്നുണ്ട് കേട്ടോ ഫുള്ള്. നമ്മളൊരു കിബൂട്സിലോട്ടാണ് വന്നത്. കിബൂട്സ് മീൻസ് they share their ideal communism, you mean? ആണ്ടേ, ഇത് കിബൂട്സ് ഡാൻ എന്ന് പറഞ്ഞ ഒരു കിബൂട്സ് ആണ്. ഇവിടെ നമുക്ക് സെക്യൂരിറ്റി റീസൺ ആയതുകൊണ്ട് ഇതൊക്കെ ഡോറൊക്കെ ലോക്കാവും, ഓപ്പൺ ആവും. സോ ദ പീപ്പിൾ ഹു ലീവ് ഹിയർ they share everything. In part of the kibbutzim, because
let's say half of the kibbutzim are now like just a regular village. Regular. Okay. Otherwise, that's how But- kibbutz works. The foundation was sharing everything, but now it changes. Now it's a bit Half changed. of the kibbutzim are not like this. They are just like regular village. Is there missiles coming to here? Yes, that's why you have those walls Oh, okay. To protect the missiles. to protect the people. Here it's evacuated. Oh, there is no village. people. Okay. The people from here moved To south. 50 kilometers south. Oh, okay, okay. That's why I told you it's not a place to travel. And you're going to Majdal, they got a missile killed 11 children there. So it's not a place to travel, really. Even though we are going everywhere, but most of the people are not going here. So you have to think Yeah. again, and Don't worry, we'll be safe. I hope so. Shalom, shalom. Bye. Leitrio, tuda. പുള്ളിക്കാരൻ കുറെ സെൻഡ് ആക്കി. സോറി. ഇത് അടയുന്നേ പെട്ടെന്ന് പോണം. ഓക്കെ. ഇതിൽ താണ്ടെ ഫക്ക് ദ ഹമാസ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുവാണ്. ഇതൊക്കെ താണ്ടെ ഇവിടെ എല്ലായിടത്തും എന്താ ഇതുപോലെ മിസൈൽ വീണ സ്ഥലങ്ങളാണ്. മിസൈലിന്റെ ഭാഗത്തോ അവിടെ കുഴിയായിട്ട് കിടക്കുന്നുണ്ടോ. കമോൺ. ഇതിന്റെ അപ്പുറത്ത് നമ്മുടെ ലെബനോനാണ്, ആ മലഭാഗം. בסדר, לא? זה פחות... גם לבנון. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സിറിയയിലൂടെയാണ്. സിറിയ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എങ്ങനെ സിറിയ, അതായത് പണ്ടല്ല കുറച്ച് ആളുകൾക്ക് ആയേ ഉള്ളൂ. ഇസ്രായേൽ സിറിയയുടെ ഒരു ഭാഗം പിടിച്ചെടുത്തു. അത് ഇപ്പോൾ ഇസ്രായേലിന്റെ കൺട്രോളിലാണ്. അത് സിറിയയുടെ ലാൻഡാണ്. സിറിയയിലുള്ള ആളുകളാണ് താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇസ്രായേലി പാസ്പോർട്ടൊന്നുമില്ല, പക്ഷെ അവർക്കൊരു ഇസ്രായേലിൽ ഒരു ടെമ്പററി ആയിട്ടുള്ള ഐഡിയ ഉണ്ട്. ഈ ഒരു ഭാഗത്തുള്ള ആളുകൾക്ക് അവർ സിറിയക്കാരാണ് കേട്ടോ. സിറിയയുടെ പാട്ടായിരുന്നു. അത് ഇവിടെയുള്ള ആളുകൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഫാക്റ്റും കൂടിയാണ്. ഇത് കാരണം ഈ അടുത്തായിട്ടായതുകൊണ്ടാണ്. ഇതാണ് കേട്ടോ ആ ഭാഗങ്ങളെല്ലാം. അങ്ങനെ അവസാനം നമ്മൾ മജ്ദൽ ഷംസിലോട്ട് എത്തിയിരിക്കുകയാണ്. വെൽക്കം ടു മജ്ദൽ ഷംസ്. മജ്ദൽ ഷംസ് എന്ന് പറയുന്ന അറബിയിൽ അതിന്റെ വാക്ക് എനിക്കറിയില്ല. ഷംസ് എന്ന് പറയുന്നത് സൂര്യാസ്തമയം അങ്ങനെ എന്തോ ആണ് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ പഴയ സിറിയൻ നഗരം. ഇപ്പോൾ അത് ഇസ്രായേലിന്റെ കയ്യിലായിട്ടിരിക്കുകയാണ്. അടുത്തായിട്ട് ഇവിടെ ഒരു കുട്ടികൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ 12 കുട്ടികൾ മരിച്ചു വീണു. 7-ാം മാസം 27-ാം തീയതി. അതിന്റെ ഒരു ഇതാണ് കേട്ടോ ഇവിടെ. ആ കാണുന്ന കളിക്കളത്തിലായിരുന്നു കേട്ടോ ഈ ബോംബ് വന്ന് വീണത്. ഈ കാണുന്നതാണ് നമ്മുടെ സിറിയ കണ്ടോ. ഇതാണ് ഇപ്പോഴത്തെ സിറിയ ബോർഡർ. ആക്ച്വലി നമ്മൾ നിൽക്കുന്ന സിറിയ ആണെങ്കിലും അത് അവരുടെ കയ്യിൽ എടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് നമ്മുടെ സിറിയയുടെ ഇപ്പോഴത്തെ ബോർഡറാണ്. അതിന്റെ അപ്പുറത്ത് സിറിയാണ്. അവിടെ ബോംബ് പൊട്ടുന്നു സെയിം ടൈമിൽ. ശുക്രൻ. മാസലാമ. ഓ, העתיקים שלנו. പുള്ളിക്കാരി അറബി സംസാരിക്കും. ഇവിടെ ഉള്ള ആളുകളെല്ലാം അറബി സംസാരിക്കും. ഇത് ദ്രൂസ് വില്ലേജ് ആണ് ഈ കാണുന്നത്. ദ്രൂസ് ആൾക്കാർ താമസിക്കുന്നത്. ശുക്രൻ ജസീല. എന്റെ അമ്മോ. നമ്മളിപ്പോ കണ്ടത് ബോംബ് പൊട്ടിയ സൗണ്ടാണ്. നമ്മൾ സിറിയയിലോട്ട് പോവാണ്. സിറിയ is full of bombing. Yes. ആ കാണുന്നതാണ് സിറിയ. കണ്ടില്ലേ, അത് സിറിയയുടെ ഒബ്സർവേറ്ററി സ്ഥലമാണ്. Now we can say hello from the other side. Let's say hello from Syria. Syria! We want to make peace with you. Peace. I want to come there. I tried to come long time ago, but you didn't give me visa, you know. Why? Why you didn't give him visa? Why you didn't give me visa? Cute Indian. Yeah. അങ്ങനെ നമ്മൾ സിറിയയുടെ ബോർഡറിൽ എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ കാണുന്നത് സിറിയയുടെ. അതുകൊണ്ട് ഇവിടെ ലാൻഡ് ബോർഡർ ഓപ്പൺ ചെയ്യാമെന്ന് തോന്നുന്നു നമുക്ക് വേണ്ടി. അറ്റ്ലീസ്റ്റ്
അത് അവരുടെ ഒബ്സർവേറ്ററി. ഇതിങ്ങനെ പരന്നു കിടക്കുവാണ് സിറിയൻ ബോർഡർ. മൗണ്ടനിലാണ് കേട്ടോ ഈ ഒരു വില്ലേജ് നിൽക്കുന്നത്. ആ ക്ലൗഡ് ബെഡ് താഴോട്ട് ഇറങ്ങി വന്ന് വരുവാണ്. അവിടെ എന്താ മൗണ്ടനിലാണ് ഫുള്ള് ഇങ്ങനെ നിൽക്കുന്നത്. ഇതൊക്കെ ദ്രൂസിൽപ്പെട്ട ആൾക്കാരാണ് കേട്ടോ, പയ്യന്മാരാണ്. തൊപ്പിയൊക്കെ വെച്ച് സ്ത്രീകൾ വെള്ള ഷാള് വെച്ച് അവർ തല മറയ്ക്കുന്ന കാണാൻ നമുക്ക്. നമ്മുടെ ദ്രൂസിൻ്റെ ഫ്ലാഗാണ് കേട്ടോ. 5 കളർ നിങ്ങളിവിടെ കാണുന്നില്ലേ, അതിലൊന്ന് നമ്മുടെ മുഹമ്മദ് നബി, ഒന്ന് നമ്മുടെ ഈസാ നബി, പിന്നെ ഇവരുടെ വേറെ 3 നബിമാരുണ്ട്. അതാണ് കേട്ടോ ഇവർ. അതായത് ഒരു ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും കുറച്ച് ഇതാണ് കേട്ടോ. പിന്നെ അവർക്ക് പ്രാർത്ഥനാ രീതി എന്ന് പറയുമ്പോൾ അതുപോലെ നമുക്ക് തോന്നും, ഒരു ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയൊക്കെ പോലെ തോന്നുന്ന രീതിയിലുള്ളതാണ് ഈ ദ്രൂസ് എന്ന് പറയുന്ന മതത്തിലുള്ള പ്രാർത്ഥനാ രീതി. കുട്ടികൾ കണ്ടോണ്ടിരിക്കും, കളിച്ചോ. വാട്ട് ഈസ് യുവർ നെയിം? ഐഷ. That is a girl name. What's your name? Shiraj. The Drus ആണ് കേട്ടോ അവരുടെ. Hello Amir. How are you? Bombing. You are not afraid of bombing? No missile, no. לא מפחדים מהבום? അമാർക്ക് പേടിയില്ല അമ്മാ. מה זה? הבום, בום. לא מפחד? Boom boom. صاروخ ما نخافش قصة ما نخافش لا ما نخافش Hello. Hello. Say hello hitchhiking nomad. അതൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. ഹലോ. ഇവിടെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മുടെ ഫുട്ബോൾ ഗ്രൗണ്ടാണ്. അവിടെയാണ് മുമ്പ് വന്ന് മിസൈൽ എന്തോ വീണ് കുറേ പേര് മരണപ്പെട്ടെ. ഓ ഇവര് അറബി മാത്രമേ സംസാരിക്കൂ. നോ ഹിബ്രു? സോറി, താങ്ക് യു. നോ ഹിബ്രു? 50-50. What's your name? أنا اسم ماهين. ماهين. Mahin, yeah. This is Amir Awaide. What? ഇവിടെയാണ് കേട്ടോ. ഓ ഇവിടെയാണ് അവരുടെ ബോംബ് വീണതാണ്ടെ തകർന്ന പ്രദേശം. ഇവിടെയാണ് കേട്ടോ. ഏകദേശം 12 കുട്ടികൾ മരണപ്പെട്ട ഒരു സ്ഥലമാണ്. അത് അതുപോലെ തന്നെ വെച്ചിരിക്കുകയാണ്. Good. Okay, I'll take one. You didn't give me. You said you want one. Yes, this is Turkish. Thank you. Shukran. You can try. So good. Shukran. Huh? Welcome to Masjid Shams. Oh, shukran habibi. അഫ്വാൻ. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള കുട്ടികളാണ് കേട്ടോ. ഇവന്മാർ അറബി മാത്രമേ സംസാരിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ now I am your tour guide. You are the tour guide. Also, you translate everything What's for your me. name in YouTube? Give me a phone. Give me a phone. نطلع على يوتيوب. He's a YouTuber. 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 Fortnite. YouTuber. Bye. I'm taking your phone. Bye. പേടിച്ചോടാണ് കേട്ടോ. ഫേമസ് ആണെന്ന് പറഞ്ഞപ്പോ പേടിച്ചോടാണ്. ഇന്ത്യയെ കുറിച്ച് ഇവർക്ക് അറിയാന്നുള്ളത് കൈകൂപ്പിട്ട് ഇങ്ങനെ ആക്കുന്നത് മാത്രമാണ് കേട്ടോ. مجانين മയനീൻ. مجانين عليك. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ദ്രൂസ് ആളുകൾ ഇടുന്ന ഡ്രസ്സ്. ഇതുപോലത്തെ ഡ്രസ്സാണ്. അവരുടെ പാൻറ് കണ്ടില്ലേ, നമ്മുടെ ഹിപ്പി ആളുകൾ ഇടുന്ന പോലത്തെ ടൈപ്പ്. ശുക്രാൻ. ഓക്കെ. ഓക്കെ ശുക്രാൻ. ഒരു കടയിൽ നമ്മൾ വഴി വയ്ക്കാൻ വേണ്ടി വന്നപ്പോൾ തന്നാണ്. അടിപൊളി കേട്ടോ. ഇവിടെയുള്ള ആളുകൾ ഭയങ്കര ഫ്രണ്ട്ലി. യുദ്ധത്തിന്റെ ഇടയിൽ ഭക്ഷണശാലകൾ പോലും അടച്ചിട്ടേക്കുമാണ്. പക്ഷെ ഇതുപോലുള്ള കോസ്മെറ്റിക് ബ്യൂട്ടി സലൂൺസ് അതൊക്കെ ഭയങ്കര ഓപ്പൺ ആയിട്ടിരിക്കുവാണ്. അതാണ് കേട്ടോ ഇവിടത്തുള്ള ആളുകൾക്ക് പ്രധാനമായിട്ട് ആവശ്യം. സിറിയക്കാർ കുറച്ച് പൊതുവേ ബ്യൂട്ടി ഇതിനൊക്കെ ഭയങ്കര മുന്നിൽ നിൽക്കുന്നവരാണ്. അതിൻ്റെ രക്തമാണല്ലോ ഇവിടെ ഉള്ള ആളുകൾക്ക്. ഇവിടെ യുദ്ധത്തിന് മറ്റുള്ള ഒന്നും ഓപ്പൺ അല്ലെങ്കിൽ ഇതൊക്കെ ഓപ്പണാണ്.
നമ്മളങ്ങനെ ഇപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് വന്നതാണ്. ദ്രൂസ് പിത്ത എന്ന് പറയുന്ന ഇവരുടെ പ്രസിദ്ധമായിട്ടുള്ള ദ്രൂസ് ആളുകളുടെ ദ്രൂസ് കമ്മ്യൂണിറ്റിക്കാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. ഇവിടെ കാർഡ് എടുക്കൂല, പൈസ എടുക്കുമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് കഴിക്കാൻ വേണ്ടി വന്നതാണ്. സലാം, ശുക്രാൻ. ഇതാണ് കേട്ടോ നമ്മുടെ പീത്ത ഉണ്ടാക്കുന്നത്. ദിസ് ഈസ് വാട്ട് ഈസ് ദിസ്? ചീസ്. ഒലിവ് ഓയിലിന്റെ ചീസ് എന്തൊക്കെയാ അവർ ഇടുവാണ് കേട്ടോ. കൊറേ എന്തോ ചട്ടിനി സംഭവം, സ്പൈസി, പിന്നെ അതാണ്ട് ഒലിവ് ഓയിൽ. ഓ ഇതാണ് കേട്ടോ. Full wheat. Yeah. Oh. I can ask you a question. Yeah, please. You hear about Napoleon Bonaparte? Napoleon. Why you don't use this finger, this one? I don't know why. Because it's my finger, not his finger. British joke. Thank you so much. Very cold. Very cold, yeah. Cheers. What? We have here India. army from India. They work in United Nations. Okay. They like the spicy too But much. me, They eat too much. I am very different Indian. أنا جنوب الهند. ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത സ്ഥലം, ഇന്നലെ രാത്രി ഞാൻ ഉണ്ടായിരുന്നില്ല, അക്കോ എന്ന് പറയുന്ന സ്ഥലം, അവിടത്തെ ഇന്നത്തെ അവസ്ഥയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ പിത്ത. പിത്ത ഈസ് വെരി ഫേമസ് ഇൻ ഹിയർ. Khibz Saj. Hibis Saj. Not Druze Pitta. I mean, Jewish call it. Jewish call it. Oh, okay. In Hebrew. It's Druze. All the Druze and the other people vary. So it's called Not name? just the Druze. What's the name? I forgot. My name is Majid. No, sorry. Nice, thank you. Khibz Saj. Hibis Saj ആണ് കേട്ടോ. പുള്ളിക്കാരൻ്റെ പേര് മജീദ് എന്നാണ്. هذا جميلة. كلها عمري زيت عيني. لورك ده كان بارك. במקום מפורסם. ഫോഗ് പറക്കുന്ന കണ്ടില്ലേ എൻ്റെ അമ്മോ. വിചാരിക്കുന്ന ക്ലൈമറ്റ് അല്ല കേട്ടോ, അടിപൊളി. നമ്മളിനി ഹിച്ചയ്ക്കാണ്. വെൽക്കം ടു മജ്ദൽ ഷാംസ്. ഇതാണ് വണ്ടി പോലും കാണാൻ പറ്റാത്ത അത്ര ഇത് നല്ല അടിപൊളി. ഇറ്റ്സ് എ കോൾഡ് ഫ്രീസിങ്. നമ്മൾ നാളെ രാവിലത്തേക്ക് സൂപ്പർ മാർക്കറ്റിൽ വന്ന ഒരു ബ്രെഡ് വാങ്ങിച്ചതാണ്. ഈ ബ്രെഡിന്റെ വില 370 രൂപ. 370 രൂപയ്ക്ക് നമ്മുടെ നാട്ടിൽ എത്ര ബ്രെഡ് കിട്ടും? നമ്മളൊരു കാറ് കൊണ്ടുവന്ന് കൊണ്ടാക്കിയിട്ട് പോയി. എവിടെ കൊണ്ടാക്കിയെന്നല്ലേ, ഒരു ബോംബിന്റെ ഷെൽട്ടറാണ്. ഈ ബോംബ് ഷെൽട്ടറിൽ ഡോറ് പോലും ഇല്ല. നോ ഡോർ, നത്തിങ്. ഇതാണ് കേട്ടോ. അധികം വൃത്തിയൊന്നുമില്ല കേട്ടോ ഈ ഒരു ബോംബ് ഷെൽട്ടറിൽ. കണ്ടില്ലേ, കച്ചടയൊക്കെ ആയിട്ട് കിടക്കുകയാണ്. ഞാനിതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി പോകുന്നുപോയി. നമ്മൾ അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആ കടയിലില്ലേ, പുള്ളിക്കാരൻ്റെ അടുത്ത് മണിക്കൂറോളം സംസാരിക്കുമായിരുന്നു. അതായത് ഇവർക്ക് ഇവിടെ ഒരാൾ ഇരിക്കുകയാണ് കേട്ടോ. ഹലോ, what are you doing? Sit. Enjoying the rain, enjoying the bombing? Enjoying the rain, the bombing, yes. It's very peaceful and, quiet. Are you psycho? A bit. I might say a bit. അപ്പോൾ ഇതിനിടയിൽ പുള്ളിക്കാരൻ്റെ നമ്മൾ സംസാരിച്ച് മനസ്സിലായെന്ന് പറയുമ്പോൾ ഇവിടെ പണ്ട് ഈ സിറിയൻ ഭാഗമല്ലേ ഈ കാണുന്നത്. അപ്പോൾ ഇവർക്കിപ്പോഴും ഓക്കെ ഇവർക്ക് ഇപ്പോഴും പാസ്പോർട്ട് ഇല്ല കേട്ടോ. അതായത് പാസ്പോർട്ട് ഇല്ലാതെയാണ്. അതുകൊണ്ട് ഇവർക്ക് അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റില്ല. ഇവർക്ക് ആകെ ഉള്ളത് ID മാത്രമാണ്. അത് ആക്ച്വലി ഒരു ചെറിയൊരു എന്താ പറയുക, ആ ഒരു വാക്കിന് എന്താ പറയുക, അവളിരിക്കലോണ്ട് എനിക്ക് അത് അങ്ങനെ പറയാൻ പറ്റില്ല ഭാഗം. അതായത് ഒരു അരാജകത്വമല്ല, അതായത് ഒരു പാർഷ്യാലിറ്റി പോലെയാണ്. എവിടെയൊക്കെ എന്തൊക്കെയോ പൊട്ടുന്നുണ്ട്. അതായത് ചില ആളുകൾക്ക്, ഇവിടെ ഉള്ള ആളുകൾക്ക് പാസ്പോർട്ട് ഇല്ല, പക്ഷെ ID മാത്രമുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഇതാണ് കേട്ടോ. അല്ലെങ്കിൽ ഇവർ പാസ്പോർട്ട് ഉണ്ടാവും. 1965 എന്തോ ശേഷമാണ്, ആ യുദ്ധത്തിന് ശേഷമാണ് ഇത് ഇവരുടെ കയ്യിലായത്. ഈ ഒരു ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ കയ്യിലായത്. What happening? I don't know if it's a bomb or a thunder. എൻ്റെ പള്ളി ഇന്നിപ്പോ എന്തോ പറ്റി. നമുക്കിന്ന് ടെൻ്റ് അടിച്ച് കിടക്കാനേ പറ്റുള്ളൂ. കാരണം ഡോറില്ല. വല്ല പാമ്പ് വല്ല എഴഞ്ഞു വന്ന് നമ്മുടെ ടെൻറ്റിൻ്റെ അകത്ത്
എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. കോലാഹലമായി കിടക്കുവാണ് കേട്ടോ. ഇന്നത്തെ രാത്രി നമ്മൾ ഇവിടെയാണ്. ഹൈന ഉണ്ട് കേട്ടോ, ഇവിടെ ധാരാളം ഹൈന ഉണ്ട്. Can you put the flash? Haina will come and eat us tonight.